അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ ഉസ്താദന്മാർ, അതേപോലെ എൻ്റെ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങൾ, ഈ സുന്ദരമായ അൽമുറാഫഖ എന്ന വേദിയിൽ കരകളഞ്ഞ സ്നേഹത്തിന്റെ ഉടമകളാണ് സ്വഹാബത്ത് എന്ന വിഷയത്തെക്കുറിച്ച് അല്പം സംസാരിക്കുന്നു. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. കരകളഞ്ഞ സ്നേഹം എന്ന വിഷയം മാത്രം സംസാരിക്കുമ്പോഴേക്ക് മനുഷ്യന്റെ മസ്തിഷ്കത്തിൽ നിന്ന് പൊട്ടിത്തെറിക്കേണ്ട പേരുകളാണ് പ്രവാചകർ തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം തുടക്കം മുതൽ അവസാനം വരെ അണിചേർന്ന് നിന്ന സ്വഹാബാക്കളുടെ പേരുകൾ. അശ്ലീലങ്ങളുടെയും പശുസമാന സംസ്കാരത്തിന്റെയും ദി ടോപ്പ് ബ്രാൻഡ് കഴിഞ്ഞ ഒരു സമൂഹം ഒരു നേതാവിന്റെ സ്നേഹമാകുന്ന ചങ്ങലയിൽ തടവ് ചെയ്യപ്പെട്ടപ്പോൾ ഈ ലോകത്തിലേക്ക് ഏറ്റവും വലിയ മാതൃക സമൂഹമായി ഒരു ചരിത്രം രേഖപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചരിത്രങ്ങളാണ്. പ്രിയമുള്ളവരെ, പ്രവാചക സ്നേഹത്തെക്കുറിച്ച് മനസ്സിലാക്കിയ തോമസ് കാർലൈൻ, മൈക്കൽ എച്ച് ഹാർഡ് പോലത്തെ പല പ്രസിദ്ധരായ ചരിത്രകാരന്മാർ പറഞ്ഞത്, പ്രോഫറ്റ് സല്ലല്ലാഹു അലൈഹി വസല്ലം shares joys and sorrows with his companions. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ അനുചരന്മാരോട് സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുവെച്ചതിന്റെ പേരിലാണ് അവർ തമ്മിൽ അഭേദ്യമായ ബന്ധമുണ്ടാകാനുള്ള കാരണം. ഉപമിക്കാൻ പകരമില്ലാത്ത സ്വഹാബാക്കളുടെ കഷ്ടത്യാഗ സഹിഷ്ണുതയും കണ്ട പല മഹത്തുക്കളായ പണ്ഡിതന്മാർ എഴുതി അവസാനം ഫതസബ്ബറു അലൽ ആലാമി വതമസ്സകു ബിസബാത്തിൻ അലൽ ഇസ്ലാം, അവർ പ്രയാസങ്ങളെ പല്ല് കടിച്ചു സബർ പാലിച്ചു എന്നാണ് എഴുതിയത്. അതുകൊണ്ടല്ലേ ഒരു ചെറിയ സ്വഹാബിയുടെ സ്ഥാനത്ത് പോലും ആലോക ഔലിയാക്കളുടെ സുൽത്താനായി ജീവിച്ച ഖുതുബുൽ അഖ്താബ് ഷേഖ് ജീലാനി അവരും എത്താത്തത്. പ്രിയമുള്ളവരെ, സ്വന്തം ജനിച്ചു വളർന്ന നാടും വീടും സമ്പത്തിനെ തിരിഞ്ഞു നോക്കാതെ ഹബീബായ തങ്ങളോടൊപ്പം നാട് വിടേണ്ടി വന്നിട്ടുണ്ട്. മാത്രമല്ല, ഉഹദ് യുദ്ധത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ശറഫാകപ്പെട്ട ശരീരത്തിലേക്ക് അമ്പ് തറക്കുന്ന സമയത്ത് ഹബീബായ തങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് തന്റെ നേരെ പച്ച നെഞ്ഞിലേക്ക് അമ്പ് കയറ്റിയ ആശിഖുർ റസൂൽ ത്വൽഹത്ത് ഇബ്നു ഉബൈദുല്ലാഹ് എന്ന സ്വഹാബിയെ നാം അറിയുന്നവരാണ്. കഴിഞ്ഞിട്ടില്ല ബഹുമാനപ്പെട്ട ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു തന്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിലുള്ള ഹബീബിന്റെ സ്നേഹം മൂലം പറഞ്ഞ വാക്ക്, വല്ലാഹി വല്ലാഹി ലഅൻത അഹബ്ബു ഇലയ്യ മിൻ നഫ്സി യാ റസൂലല്ലാഹ്. അല്ലാഹു തന്നെയാണ് സത്യം, അല്ലാഹു തന്നെയാണ് സത്യം, എനിക്ക് എന്റെ ശരീരത്തെക്കാളും ഇഷ്ടം തങ്ങളോടാണ് നബിയെ എന്ന് മഹാനവറുകൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പ്രിയമുള്ളവരെ, ആ സ്നേഹത്തിന് പകരമുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടതുണ്ട്. പ്രവാചക വചനമാണ്, അസ്ഹാബി കന്നുജൂം ബിഅയ്യിഹിം ഇഖ്തദൈതും ഇഹ്തദൈതും. എന്റെ സ്വഹാബാക്കൾ നക്ഷത്ര തുല്യരാണ്. നിങ്ങളിൽ ആരെങ്കിലും അവരെ പിന്തുടർന്നാൽ, അവരെ അനുസരിച്ചാൽ നിങ്ങൾക്ക് സന്മാർഗമുണ്ട് എന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു തരുമ്പോൾ എൻ്റെ ശബ്ദം ശ്രവിക്കുന്ന ഹബീബായ തങ്ങളെ നെഞ്ഞിലേറ്റ് നടക്കുന്ന മുഅ്മിനീങ്ങളോട് പറയാനുള്ളത്, നാം എല്ലാവരും ആ സ്വഹാബാക്കളെ മാതൃകയാക്കിക്കൊണ്ട് ജീവിക്കുന്നവരാവണം. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് ചുരുക്കം. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.